ഡിസ്റ്റന്റ് ആയിട്ട് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ നോളജ് കുറവായിരിക്കും, ക്ലിനിക്കൽ സ്കിൽസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിന്റെ കൂടെയോ കൗൺസിലറുടെ കൂടെയോ ഒക്കെ സൂപ്പർവൈസ്ഡ് ആയിട്ട് കേസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 10-200 കേസുകളൊക്കെ സൂപ്പർവൈസ്ഡ് ആയിട്ട് കാണുക. ഒരു വർഷമെങ്കിലും ഈ സൂപ്പർവിഷൻ എടുക്കുക. പേഴ്സണൽ തെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ, കൺസെപ്റ്റലൈസേഷൻ, അതേപോലെ തന്നെ ഫോർമുലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ അതേപോലെ അവരുടെ സ്കില്ല് ഏതിലാണോ ഉള്ളത് ആ ഏരിയയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ മേഖലയിലും കൂടി വർക്ക് ചെയ്യാതിരിക്കുക തുടക്കത്തിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് സ്കിൽസ് അവർ പഠിക്കണം. ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ആ മെത്തേഡ് എഫക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പഠിക്കുക. അതിന്റെ അപ്ഡേഷൻസും